ഞാൻ ആദ്യ കുർബാനയ്ക്ക് പഠിച്ചോണ്ടിരുന്നപ്പോഴേ ആദ്യ കുർബാന പഠിക്കാൻ നമസ്കാരങ്ങൾ പഠിക്കാനൊക്കെ കുർബാന സ്വീകരണത്തിന് മുമ്പ് ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ടായിരുന്നേ. അന്നേരം ഞാൻ പിന്നെ പള്ളിയിലോട്ട് പോകുമ്പോൾ എനിക്ക് കൂടെ പോരാൻ ഒരു കൊച്ചും കൂടി ഉണ്ട്. കുറച്ചങ്ങ് ദൂരം മാറി കഴിയുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു കൊച്ചുകൂടി ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുകൂടെ ഒന്നിച്ചാ പോകുന്നത്. നല്ല വെയിലുണ്ട് ഉച്ചയ്ക്ക് വിടുന്ന സമയത്ത്. അപ്പം സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അടുത്ത് നടന്നു വരണം വീട്ടിലേക്ക്. അങ്ങനെ പോരുമ്പം അപ്പം വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു വിടും, എന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് നീ ആ മാവേലും പ്രാവേലും ഒന്നും കയറാതെ ഈശോയെ സ്വീകരിക്കുന്നത്, അന്നേരം നല്ല കൊച്ചായിട്ട് പിന്നെ അവിടുന്ന് ഒന്നും പറിക്കാതെ അങ്ങനെ ഒന്നും ഒരിടത്തും കയറി ഒന്നും എടുക്കും പെറുക്കും ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു വിടും. അപ്പൊ എന്റെ സ്വഭാവം ഞാൻ ഈ പോകുന്ന വഴിക്ക് എവിടെയൊക്കെ മാവുണ്ട്, ചാമ്പയുണ്ട്, പേരയുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവിടെ എല്ലാം കയറുമെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് എന്നെ പറഞ്ഞു വിടുന്നത്. അപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോഴും ടീച്ചർ പറയും നിങ്ങൾ നല്ല പിള്ളേരായിട്ട് പോകണം, അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല, എല്ലാ അരുതുകളാണല്ലോ. ആ അപ്പൊ സ്കൂൾ വിട്ട് വരുമ്പോ നല്ല വെയിലും. എന്നിട്ട് ഞാൻ ഓർക്കും എന്തായാലും എങ്ങനെ ഇത് പറിക്കാതെ കപ്പൽ മാമ്പഴമൊക്കെ കാണുമ്പോൾ പറിക്കാതെ എങ്ങനെയാ പോയിരുന്നത്, ഒന്നും എറിയാതെ എങ്ങനെയാ പോയിരുന്നത്. എന്നിട്ട് വളരെ വിഷമിച്ച് എന്നാൽ അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണല്ലോ എന്നുള്ള രീതിക്ക് ഞാൻ വളരെ കൺട്രോൾ ചെയ്ത് തിരിച്ചു വരുന്നൊക്കെ ഒരു കാലം. പക്ഷെ ഞാൻ എൻ്റെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ ഉള്ള ഒരു സമയത്ത് അത്രയും മര്യാദയ്ക്ക് വന്നത് ആ ഒരു കാലത്തെ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നെ എത്രയെല്ലാം പറഞ്ഞു വിട്ടാലും ഞാൻ മാവും പിന്നെ കശുമാവും നെല്ലി ചാമ്പയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും അവിടെ കയറി പറിക്കാതെ എടുക്കാതെ ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ അത്രയും നാൾ ഞാൻ വളരെ മര്യാദക്കാരിയായിട്ട് ഞാൻ വന്നു. അങ്ങനെ ഒരു ഓർമ്മയൊക്കെ എനിക്ക്